ഡോക്ടർ ബി ജയരാജിലേക്കാണ്. ജയരാജ്, ഇങ്ങനെയാണ് സ്ഥിതി. അതായത് ഇപ്പോൾ ശ്രീ രഘുനാഥ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കൃത്യമായ ഒരു വിലയിരുത്തൽ, രാഷ്ട്രീയ വിലയിരുത്തൽ ഉണ്ടായി. അതിൽ പറയുന്നത് 20-ലധികം മണ്ഡലങ്ങളിൽ BJPക്ക് അവിടെ ജയിച്ചു കയറാൻ കഴിയുന്ന കൃത്യമായ സാധ്യതകളുണ്ട്. അങ്ങനെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേൺ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ നിന്ന് ഉയർന്ന ഈ ഒരു വിമർശനം എന്ന് പറയുന്നത് ഇത് സ്വയം വിമർശനാത്മകമായി കണ്ടുകൊണ്ട് ഇതിൽ വളരെ പെട്ടെന്ന് തിരുത്തലുകൾ വരുത്താം എന്നൊക്കെ പറയുന്നതൊന്നും അത്ര കണ്ട് പ്രാവർത്തികമാകില്ല എന്നാണ് ഇവിടെ രാഷ്ട്രീയ നിരീക്ഷകരടക്കം ചൂണ്ടിക്കാട്ടുന്ന സാഹചര്യം ഉണ്ടായത്. യഥാർത്ഥത്തിൽ വലിയ ആശങ്കയുടെ നാളുകളാണ് CPM-ന് വരാൻ പോകുന്നത് എന്നാണ് വിലയിരുത്തൽ. നീലിമ, ഇതിന് അദ്ദേഹത്തിന് അങ്ങനെ വിലയിരുത്താനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമാണ്. പിന്നെ ഈ അഴിമതിയും സ്വജനപക്ഷപാതം എന്നൊക്കെ പറയുന്നത്, ഇതിനൊക്കെ തെളിവുകളുണ്ടല്ലോ. ഈ തെളിവുകളൊക്കെ കൊണ്ടുവന്ന് കോടതിയിൽ സമർപ്പിക്കട്ടെ എന്ന്, അല്ലെ പോലീസിന് കൈമാറട്ടെ, കോടതി അല്ലെങ്കിൽ CBI കൊണ്ട് അന്വേഷിപ്പിക്കട്ടെ, അല്ലെ ED കൊണ്ട് അന്വേഷിപ്പിക്കട്ടെ. കുറെ അന്വേഷണങ്ങൾ നമ്മൾ കേരളം കണ്ടതല്ലേ. എന്നിട്ട് ഏതെങ്കിലും അന്വേഷണത്തിൽ ആരെങ്കിലും ഏതെങ്കിലും ജയിലിൽ അടച്ചതായിട്ടോ ശിക്ഷിച്ചതായിട്ടോ കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും പിഴയെങ്കിലും ചുമത്തിയിട്ടുണ്ടോ? ചുമ്മാതെ സ്വജനപക്ഷവും അഴിമതിയും എന്നൊക്കെ വെറുതെ പറയുന്നത് പോലെ കൃത്യമായ തെളിവുകളോടെ കാര്യങ്ങൾ അവതരിപ്പിക്കട്ടെ. അവർ സ്വജനപക്ഷപാതം നടത്തിയിട്ടുണ്ടെങ്കിൽ, അഴിമതി നടത്തിയിട്ടുണ്ട്, അതിൻ്റെ രേഖകൾ എവിടെ? ആ രേഖകൾ കൊണ്ടുവന്ന് ഹാജരാക്കട്ടെ. അതിന് ഈ രാജ്യത്തെ നിയമവ്യവസ്ഥയൊക്കെ ഉണ്ടല്ലോ, അതവിടെ നിൽക്കട്ടെ. നമ്മൾ ആദ്യമായിട്ടാണ് വളരെ വിചിത്രമായിട്ടൊരു വാരം. ഇപ്പോൾ 2019 ഇതുപോലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടിയാണ് കേരളത്തിൽ സീറ്റുകൾ പിടിച്ചത്. ഇത് അവസാനത്തെ വണ്ടിയാണെന്നൊക്കെ പറഞ്ഞ് രാഹുൽ ഗാന്ധിയെ കൊണ്ടുവന്ന് ഇവിടെ മത്സരിപ്പിക്കുകയൊക്കെ ഉണ്ടായി. ആ തെരഞ്ഞെടുപ്പിൽ പോലും അതിന് കഴിഞ്ഞ് വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിൽ വരികയാണ് ചെയ്തത്. അപ്പോൾ ജനങ്ങൾക്കറിയാം ഇതിൻ്റെ ഒരു വോട്ടിംഗ് പാറ്റേൺ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തുന്നത് വേറെ രീതിയിലും, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തുന്നത് വേറെ രീതിയിലും, അതുപോലെ നിയമസഭയെ വിലയിരുത്തുന്നത് വേറെ രീതിയിലാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മൊത്തത്തിലാണ് ഒരു പാർലമെന്റ് അല്ലെങ്കിൽ ഇന്ത്യ എന്നുള്ള രീതിയിലാണ് ആളുകൾ ചിന്തിക്കുന്നതെങ്കിൽ, നിയമസഭ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കേരളം എന്ന് പറഞ്ഞ് ചിന്തിക്കുകയും കേരളത്തിന്റെ നേട്ടത്തിന് ആരുണ്ടാവണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ലോക്കൽ ആളുകളാണ്, ഒരുപാട് പ്രാദേശിക വിഷയങ്ങളാണ് അതിനകത്ത് വരുന്നത്. ആ പ്രാദേശിക വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ വിലയിരുത്തുകയും വോട്ട് ചെയ്യുകയും ചെയ്യും. ഒരു പക്ഷേ വാദത്തിന് ആ വാദം മുഖവിലയ്ക്ക് എടുക്കുകയാണെങ്കിൽ കണ്ണൂർ ഒഴികെ ബാക്കി ജില്ലകളിൽ ഈ പറയുന്ന സിദ്ധാന്തം ഒരുപക്ഷെ പ്രാവർത്തികമായിട്ടുണ്ടാകാം എന്ന് വിശ്വസിക്കാം. ഞാൻ അത്തരത്തിൽ വിശ്വസിക്കുന്നില്ല. പക്ഷേ കണ്ണൂര് പോലെ പാർട്ടിയുടെ പവർ ഹൗസിൽ ഇങ്ങനെ തെരഞ്ഞെടുപ്പ് നോക്കിയാണ് വോട്ട് ചെയ്തത് എന്നൊക്കെ പറഞ്ഞാൽ ആര് വിശ്വസിക്കാനാണ്? ലോക്സഭയും നിയമസഭയും ഒക്കെ നോക്കി മാത്രം വോട്ട് ചെയ്യുന്ന ഒരു വോട്ടിംഗ് പാറ്റേൺ ആണ് കണ്ണൂരിൽ എന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും? ഡോക്ടർ ബി ജയരാജ്, നീലിമയ്ക്ക് അറിയില്ലേ? മുല്ലപ്പള്ളി രാമചന്ദ്രൻ, K സുധാകരൻ തുടങ്ങിയവർ എത്രയോ വർഷങ്ങളായിട്ട് ജയിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലമാണ് കണ്ണൂര്. ആ കണ്ണൂരിൽ നിന്ന് ലോക്സഭയിൽ എത്രയോ തവണ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും ജയാവജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. BJP വന്നത് BJP ആദ്യകാലം തൊട്ടേ ഒരു സംഘർഷത്തിന്റെ നിലവിലാണ് വന്നത്. പക്ഷേ ഇപ്പോൾ അത്തരത്തിലുള്ള സംഘർഷങ്ങളെല്ലാം ഒഴിവായി. നല്ല കാര്യം തന്നെയാണ്. ഇപ്പോൾ സാധാരണഗതിയിൽ ഈ മാസങ്ങളിലൊക്കെ, അതായത് ഉത്സവ സീസൺ, തെയ്യം തിറയൊക്കെ നടക്കുന്ന സമയത്ത് ഒരുപാട് രാഷ്ട്രീയ കൊലപാതകങ്ങൾ, ആ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് വിരാമം ഇട്ടു എന്ന് പറയുന്നത് തന്നെ കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു കാര്യമാണ്. പരസ്പരം അന്യോന്യം വാളങ്ങി വെട്ടിക്കൊല്ലാൻ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരത്തിൽ നിന്ന് കുറച്ചുകൂടി മര്യാദയുള്ള ഒരു രാഷ്ട്രീയ സംവിധാനത്തിലേക്ക് ഉരുത്തിരിഞ്ഞു വന്നു. അതുപോലെ തന്നെ